സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മീൻ കറിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. വെട്ടി ക്ലീനാക്കി എടുത്തപ്പോൾ 3/4 കിലോ കിട്ടിയിട്ടുണ്ട്. കുറുകിയ ചാറോട് കൂടിയാണെങ്കിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് 1 കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും 6 കഷ്ണം ചുവന്നുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി 1 മിനിറ്റോളം ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ടോട്ടൽ 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നതിന് വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് പൊടികൾ വഴറ്റി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സിയിൽ നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടിക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന മുളകിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഇനി എണ്ണയിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ എണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷമാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് നേരിട്ട് ചാറിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയ വെള്ളം ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചാറ് കുറച്ച് കട്ടിയോടുകൂടി ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള മീൻ കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒഴിച്ചു കൂട്ടാൻ എത്ര ചാറ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം ചേർത്ത് മുളക് അരച്ചുകൊണ്ട് ചാറിന് നല്ല കൊഴുപ്പ് കാണും. ഇതിലേക്ക് 4 കഷ്ണം വാളംപുളി കഴുകി ക്ലീനാക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നീട് മീൻ ചാറിന് ആവശ്യമായ 3/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റിന് ശേഷം നല്ലവണ്ണം ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനിയും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചാറിലേക്ക് മീൻ കഷ്ണങ്ങൾ മിക്സ് ആകുന്നത് പോലെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 6 മിനിറ്റ് നല്ലവണ്ണം വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 6 മിനിറ്റ് വേവിച്ചതിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്തിട്ട് തവി കൊണ്ട് ഇളക്കി കൊടുക്കാതെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. മീൻ കഷ്ണങ്ങൾ വെന്തിരിക്കുന്നതുകൊണ്ട് തവിയിട്ട് ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചട്ടി ചുറ്റിച്ചു കൊടുക്കാൻ പറയുന്നത്. ഞാൻ 2-3 ടൈപ്പിലുള്ള മീൻ കറി ഇട്ടിട്ടുണ്ട്. ഇത് കപ്പയ്ക്കും ചക്കയ്ക്കും ചോറിനുമെല്ലാം ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇത്. നിങ്ങളും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.